Hi all. Today we are discussing about elements of geocriticism. അപ്പോൾ ഈ എസ്സേയിൽ മെയിനായിട്ട് പറയുന്നത് കൾച്ചറൽ റെപ്രസെൻറ്റേഷനാണ്. പ്ലേസും നമുക്കറിയാമല്ലോ, പ്ലേസും ജിയോക്രിറ്റിസിസവും ജിയോ പൊയിറ്റിക്സിനെ കുറിച്ചൊക്കെ ഒരു ഡീപ്പായിട്ടുള്ള സ്റ്റഡി ഈ ഒരു എസ്സേയിൽ നമുക്ക് കാണാൻ പറ്റും. ഹൗ ഡിഫറെൻറ്റ് കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ എഫക്ട്സ് സ്പേസ് ഓർ പ്ലേസ്. സ്റ്റഡി ഓഫ് പ്ലേസ്, എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ എഫക്റ്റ് ചെയ്യുന്നത്, കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ പ്ലേസിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡി. തിയറിറ്റിക്കൽ വേർഡ്സ് ആണ് ദ കൺസേൺ. ഇമേജോളജി. ഓക്കെ, ഇമേജോളജി ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. ഇത് തിയറിറ്റിക്കൽ വേർഡാണ്. യു ജസ്റ്റ് യൂസ് ഇറ്റ് വൈൽ യു ആർ റൈറ്റിംഗ് യുവർ ആൻസർ. ഇറ്റ് വിൽ വെരി ഹെൽപ്ഫുൾ ടു ഗെയിൻ മാർക്സ്. ദ കൺസേൺ ഓഫ് ജിയോക്രിറ്റിസം ഈസ് ഇമേജോളജി. ഇമേജോളജി എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ തന്നെ ഉണ്ട്, ആ വേർഡിൽ തന്നെ ഉണ്ട് ഇമേജ്. ആക്ച്വൽ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ്, ദാറ്റ് ഈസ് ഇമേജോളജി. ആക്ച്വൽ ഒബ്ജക്റ്റാണ്. ഏതാണ് ആ ഒരു ആക്ച്വൽ ഒബ്ജക്റ്റ്? ഇമേജസ് ഓഫ് പ്ലേസസ്, റിയൽ പ്ലേസസ്. ഒരു പ്ലേസിൻ്റെ ഇമേജസ് ഉണ്ടല്ലോ, അതാണ് ഇമേജോളജി. ടോട്ടലി ചുരുക്കി പറയുകയാണെങ്കിൽ, സിംപ്ലി പറയുകയാണെങ്കിൽ, ഒരു പ്ലേസിനെ പറ്റിയുള്ള, ഒരു റിയൽ പ്ലേസിനെ പറ്റിയുള്ള ഇമേജസ് ഉണ്ടല്ലോ, അതാണ് ഇമേജോളജി. ക്ലിയർ അല്ലേ? സോ ഫാക്ച്വൽ റിയൽ പ്ലേസ്. അപ്പോൾ ഈ റിയൽ പ്ലേസ് എന്ന് പറയുമ്പോൾ എന്താണ്, 3 ടൈപ്പ് ഓഫ് പ്ലേസസ് ഉണ്ട്. നമുക്ക് അത് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഏതാണ് 3 ടൈപ്പ് ഓഫ് റിയൽ പ്ലേസസ്? വൺ ഈസ് ഫാക്ച്വൽ റിയൽ പ്ലേസസ്. വാട്ട് മീൻ ബൈ ഫാക്ച്വൽ റിയൽ പ്ലേസസ്? യെസ്, ഫിസിക്കൽ ആക്ച്വൽ പ്ലേസസ് ആണ് ഈ ഫാക്ച്വൽ റിയൽ പ്ലേസസ് എന്ന് പറയുന്നത്, ഫിസിക്കൽ പ്ലേസ്. ദെൻ സെക്കൻഡ് വൺ ഈസ് റെഫറൻറ്റ്. വാട്ട് മീൻ ബൈ റെഫറൻറ്റ്? സ്റ്റീരിയോടൈപ്പിക്കൽ കോൺസെപ്റ്റ്സ് എബൌട്ട് പ്ലേസസ്. ഒരു പ്ലേസസിനെ കുറിച്ചുള്ള സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്, അതാണ് റെഫറൻറ്റിൽ പറയുന്നത്. ദെൻ ഇമേജ്. പ്ലേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അറിയാം? ഫാക്ച്വൽ റിയൽ ഇമേജസ്, അതൊരു ഫിസിക്കൽ പ്ലേസ് ഉണ്ടാവും, ഒരു റെഫറൻറ്റ് ഉണ്ടാവും, ഒരു സ്റ്റീരിയോടൈപ്പിക്കൽ കോൺസെപ്റ്റ് ഉണ്ടാവും ആ ഒരു പ്ലേസിനെ പറ്റി. അതേപോലെ ഈ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഒരാൾ എഴുതിയ വർക്ക്, ഇപ്പോൾ ഒരു ലണ്ടൻ എന്ന് പറയുന്നൊരു പ്ലേസിനെ പറ്റി 2-3 ആൾക്കാർ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ എഴുതിയത് വെച്ച് നമ്മൾക്കൊരു ഐഡിയ കിട്ടും. ക്ലിയർ അല്ലേ? നമുക്കൊരു ഐഡിയ കിട്ടും. അവർ എഴുതിയ വർക്ക്സിനെ വായിച്ചിട്ടുള്ള നമുക്കൊരു ഐഡിയ കിട്ടും. വാട്ട് എബൌട്ട് ലണ്ടൻ, അത് റെഫർ ചെയ്തുകൊണ്ട് ദാറ്റ് പ്ലേസ് ഇമേജ് വിൽ ബി ക്രിയേറ്റഡ് ഇൻ അവർ മൈൻഡ്. അതാണ് ഇമേജിൽ പറയുന്നത്. നമുക്ക് കിട്ടിയ നോളജസും നമുക്ക് കിട്ടിയ റെഫറൻസസും യൂസ് ചെയ്തുകൊണ്ട്, അത് സ്റ്റഡി ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ഉണ്ടാവും ഒരു പ്ലേസിൻ്റെ, അതാണ് ഇമേജോളജിയിൽ പറയുന്നത്. ദിസ് ഈസ് ദ റിയൽ പ്രോസസ് ഓഫ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്ലേസസ്. ദിസ് 3 activities or this 3 processes leads to the real representation of a place. അപ്പോൾ ഒരു പ്ലേസിൻ്റെ റിയൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് നടക്കുന്നത് വെച്ചെങ്കിൽ ഈ 3 പ്രോസസ്സിലൂടെയാണ്. ഫാക്ച്വൽ റിയൽ പ്ലേസ്, റെഫറൻറ്റ് ആൻഡ് ഇമേജ്. കുറേ റെഫറൻസസ് ഉണ്ടാവും, കുറേ റൈറ്റിങ്സ് ഉണ്ടാവും ആ ഒരു പ്ലേസിനെ പറ്റി. നേരത്തെ പറഞ്ഞ പോലെ ഒരു ലണ്ടൻ എന്നുള്ളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ലണ്ടൻ എന്നുള്ള ഒരു ഫിസിക്കൽ പ്ലേസ് ഉണ്ട്. ആ ഒരു പ്ലേസിനെ പറ്റി കുറേ റെഫറൻസസ് ഉണ്ടാവും. അവൽ ഫോൺ ലൈക്ക് റൈറ്റിങ്സ് ആയാലും അങ്ങനെ കുറച്ച് റെഫറൻസസ് ഉണ്ടാവും, റൈറ്റിങ്സ് ഉണ്ടാവും. ഈ സ്റ്റീരിയോടൈപ്പിക്കൽ കോൺസെപ്റ്റ്സ് എബൌട്ട് പ്ലേസസ് ഉണ്ടാവും. ഈ ഒരു കോൺസെപ്റ്റ്സും റൈറ്റിങ്സും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്ത്, റീഡ് ചെയ്ത്, സ്റ്റഡി ചെയ്ത് അതിലൂടെ നമുക്ക് കിട്ടിയ ഒരു ഐഡിയ ഉണ്ടാവും, ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, ഒരു ഇമേജ് ഉണ്ടാവും ആ ഒരു പ്ലേസിനെ പറ്റി. ഈ ഇമേജ് ഓഫ് എ പ്ലേസ് ക്യാൻ എഫക്റ്റ് ചേഞ്ചസ്. ഒരു പ്ലേസിൻ്റെ ഇമേജ് ഉണ്ടല്ലോ, ആ ഒരു ഇമേജ് ആ ഒരു പ്ലേസിനെ എഫക്റ്റ് ചെയ്യും. ഇറ്റ് വിൽ മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് റെഫറൻസ്. അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെഫറൻസിനെ മോഡിഫൈ ചെയ്യും. പ്ലേസസ് ആർ ഡൈനാമിക് ആൻഡ് മൊബൈൽ, മ്യൂച്വലി ഇൻറ്ററാക്റ്റീവ്. വി കമ്പയർ ദ പ്ലേസസ് വിത്ത് ഇറ്റ്സ് ലിറ്റററി നറേറ്റീവ്സ്. നമ്മളൊരു സ്ഥലത്തിനെ കുറിച്ചൊരു സ്റ്റഡി നടത്താണ്. അപ്പോൾ ആ ഒരു പ്ലേസിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ വി ടോക്ക് വിത്ത് പീപ്പിൾസ് who may know about something about that place, and we will search on internet, right, and we will read some books. നേരത്തെ പറഞ്ഞ പോലെ റൈറ്റിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ വായിക്കും ആ സ്ഥലത്തെക്കുറിച്ച്. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതെന്ത് ചെയ്യും, ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് മറ്റേ റെഫറൻസിനെ എഫക്റ്റ് ചെയ്യും. മനസ്സിലായോ? നമ്മളങ്ങനെ കമ്പയർ ചെയ്യും. വി കമ്പൈൻ ദ സ്റ്റഡി ദാറ്റ് ഈസ് ജിയോക്രിറ്റിസിസം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന നോളേജസ് വെച്ച് നമുക്കൊരു ഇമേജ് ഉണ്ടാവും.
നമ്മൾ ആ ഒരു നോളേജ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് റെഫറൻസസ് എടുക്കും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന റെഫറൻസ് മറ്റൊന്നിനെ ക്രിട്ടിസൈസ് ചെയ്തേക്കാം, മറ്റൊന്നിനെ കമ്പയർ ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ കമ്പൈൻ ദ സ്റ്റഡി ദാറ്റ് ഈസ് ജിയോക്രിറ്റിസിസം. നമ്മളങ്ങനെ നമുക്ക് കിട്ടിയ സ്റ്റഡീനെ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് ജിയോക്രിറ്റിസിസം റെഫർ ചെയ്യുന്നത്. വി യൂസ് ദ ടൂൾ ഓഫ് വേരിയസ് ലിറ്റററി റെപ്രസെൻറ്റേഷൻ. നമ്മളത് ലിറ്റററി നറേറ്റീവ്സുമായിട്ട് ഈ നമുക്ക് കിട്ടിയ റെഫറൻസിനെ നമ്മൾ കമ്പയർ ചെയ്യും. ദാറ്റ് ഈസ് ജിയോക്രിറ്റിസിസം. പ്ലേസസ് ആർ ഹെറ്ററോജീനിയസ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ എസ്സേയിൽ 4 എലിമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് എലിമെൻറ്റ് ഈസ് പ്ലേസസ് ആർ ഹെറ്ററോജീനിയസ്. ഇതാണ് ഫസ്റ്റ് എലിമെൻറ്റ്. പ്ലേസസ് ഹെറ്ററോജീനിയസ് ആണ്. ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ മീനിങ്സ്. ഇറ്റ് ഹാസ് എവർ ചേഞ്ചിങ് മീനിങ്, ഫ്ലക്ച്വേറ്റിംഗ് മീനിങ്. ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരാൾ പറയുന്ന കാര്യമായിരിക്കില്ല മറ്റൊരാൾ പറയുന്നത്, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ട് ഒരു പ്ലേസിന്. ഇറ്റ് ഹാസ് എവർ ചേഞ്ചിങ്. ആ മീനിങ്സും ഇയർ ബൈ ഇയർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതിലും ഡിഫറെൻറ്റ് വരും, അതിലും ഡിഫറൻസസ് വരും. ഓക്കെ, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഫ്ലക്ച്വേറ്റിംഗ് മീനിങ് ആണ് പ്ലേസസിന് ഉണ്ടാവുക. അതാണ് ഹെറ്ററോജീനിയസിൽ ഫസ്റ്റ് എലിമെൻ്റ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് എലിമെൻറ്റ് ഈസ് മൾട്ടിഫോക്കലൈസേഷൻ. വാട്ട് യു മീൻ ബൈ മൾട്ടിഫോക്കലൈസേഷൻ? Any place can be understood from multiple viewpoint or perspective. ഒരു പ്ലേസിനെ പറ്റി നമുക്കറിയുന്ന നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. നമ്മൾ മറ്റൊരാളോട് അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റൈറ്റിങ്ങിനെ നമ്മൾ വായിക്കുകയാണ്, ആ സ്ഥലത്തെക്കുറിച്ചുള്ളൊരു റൈറ്റപ്പിന് നമ്മൾ വായിക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ്. വി വിൽ ക്ലിയർ. അപ്പോൾ അതാണ് മൾട്ടിപ്പിൾ വ്യൂ പോയിൻ്റ് ഉണ്ടാവും നമുക്കൊരു പ്ലേസിനെ പറ്റി നമ്മൾ അറിയുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ. ഒരാൾക്ക് കിട്ടിയ ഒരാൾക്കുള്ള സെയിം പേഴ്സ്പെക്റ്റീവ് ആയിരിക്കില്ല മറ്റൊരാൾക്ക്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലണ്ടൻ എന്നുള്ളൊരു പ്ലേസ് എടുക്കാം. വേർഡ്സ്വർത്തിൻ്റെ പോമിൽ ലണ്ടൻ എന്നുള്ളൊരു പ്ലേസിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു അപ്പിയറൻസ് ഉണ്ടല്ലോ, അത് ഡിഫറെൻ്റ് ആണ് ഷേക്സ്പിയറിൻ്റെ റൈറ്റിങ്സിലുള്ളത്. ഇപ്പോൾ ഷേക്സ്പിയർ അതൊരു കമ്പാരിസൺ ആണ് കേട്ടോ. അതാണ് ഈ ഒരു മൾട്ടി ഫോക്കലൈസേഷനെ കുറിച്ച് നിങ്ങൾ എഴുതുമ്പോൾ വെൻ യു ആർ റൈറ്റിംഗ് മൾട്ടി ഫോക്കലൈസേഷൻ യു ക്യാൻ ഗിവ് ദ എക്സാമ്പിൾ, യു ക്യാൻ ഗിവ് എ കമ്പാരിസൺ ബിറ്റ്വീൻ വേൾഡ്സ്വർത്ത് പോയം ആൻഡ് ഷേക്സ്പിയേഴ്സ് റൈറ്റിങ്സ്. ലണ്ടൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് 2 പേരുടെ വർക്കിലും വരുന്നുണ്ട്. ഹിയർ ദ നറേറ്റീവ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പ്ലേസ് ലണ്ടൻ ഈസ് ഡിഫറെൻറ്റ് ഇൻ ബോത്ത്. ഇവിടെ നറേറ്റീവ്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലണ്ടൻ is different in both. Third element, then moving to third element is mutually interactive. Each of the narratives about places mutually interactive. They affect each other and questions each other, that bring ultimate change in meanings. For example, the issue of medical college in Kasaragod. അതെങ്ങനെയാണ് എക്സാമ്പിൾ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കാസർഗോഡിൻ്റെ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് റീസെൻ്റ് ആയിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ഇൻ കാസർഗോഡ് വരണം എന്നുള്ളൊരു പ്രഷർ ഉണ്ടല്ലോ, പൊളിറ്റിക്സിന് അതൊരു പ്രഷറാണ്. കാസർഗോഡിലൊരു മെഡിക്കൽ കോളേജ് വരണം എന്നുള്ളത്. ബട്ട് ഇറ്റ് ആൾസോ ഗീവ്സ് മീനിങ്സ് ടു ദ പ്ലേസ്. ഫോർത്ത് എലിമെൻറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് interface of word and text. This is the fourth element of the essay. The world narratives affects the literary text. ഫോർ എക്സാമ്പിൾ റോഡ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇത് ഞാൻ പെട്ടെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഈ ഒരു എക്സാമ്പിൾ. ഈ കാസർഗോഡിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ മലയാളം മൂവീസിൽ, ഓൾഡ് മലയാളം മൂവീസിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്ത മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള റെയിൽവേ സ്റ്റേഷനും ഓൾഡ് മലയാളം മൂവീസിലുള്ള കാസർഗോഡിൻ്റെ റെയിൽവേ സ്റ്റേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പിയറൻസിലും അവിടെയുള്ള ബിൽഡിങ്സിലും ട്രാക്കിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്ത ചില ഓൾഡ് മൂവീസ് ഉണ്ടാവും. ആ മൂവീസിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ സീൻസ് കാണിക്കും. ആ സമയത്ത് ആ ഓൾഡ് മൂവീസിലുള്ള കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ അല്ല ഇപ്പോഴത്തെ റീസെൻ്റ്ലി റിലീസായ മൂവീസിലുള്ള കാസർഗോഡിൻ്റെ റെയിൽവേ സ്റ്റേഷൻ. ക്ലിയർ ആയോ? സെയിം പ്ലേസ്, സെയിം നെയിം, ബട്ട് ഡിഫറെൻറ്റ് അപ്പിയറൻസ്. ക്ലിയർ അല്ലേ? അതാണ് ഇൻ്റർഫേസ് ഓഫ് വേൾഡ് ആൻഡ് ടെക്സ്റ്റ് എന്നുള്ളതിൽ മീൻ ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ് ആസ് ഡൈനാമിക്, ലിറ്റററി റെപ്രസെൻറ്റേഷൻ ആൻഡ് geographical reality constantly shape one another, rather than literature simply acting as a passive mirror of a pre-existing space.